ചന്ദ്രനെ പോലെയാണ് മറിയം. സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ഇരുട്ടിലായിരിക്കുന്നവർക്ക് നിലാവെളിച്ചം പകർന്നു കൊടുക്കുന്നവളാണ് മറിയം. അതുപോലെയാകണം നമ്മൾ. മറിയത്തെ പോലെ എപ്പോഴും മിശിഹായോട് ചേർന്നിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ, മിശിഹായോട് ചേർന്ന് മാത്രം ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്താൻ നമുക്കും കഴിയട്ടെ. തൻ്റെ ദൗത്യത്തെ മറിയം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവൾക്ക് വേണ്ടി ആ ദൗത്യം ഒരുക്കി കഴിഞ്ഞിരുന്നു. ചില നേരത്തുണ്ടല്ലോ, ഇത് കേൾക്കുന്ന യുവാവേ, യുവതി, നീ കടന്നു പോകുന്ന സംഘർഷങ്ങൾ, കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ, ഭർത്താവ്, ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ അധിക ഭാരം കൊണ്ട് വലഞ്ഞു പോകുന്നവർ, എന്നെ കേൾക്കുന്ന ഒരു അച്ഛൻ, ഒരു കന്യാസ്ത്രീ, നമ്മുടെ ശുശ്രൂഷയുടെ അധിക ഭാരം കൊണ്ട് ക്ഷീണിതരായും മടുത്തും പോകുന്നവർ, നിങ്ങൾ ഓർക്കേണ്ടത്, മറിയത്തെ ഒരുക്കിയ ദൈവം ദൈവത്തിൻ്റെ പരിപാലനയിൽ നിന്നെയും ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മൊമെന്റിൽ മടുത്തു പോകരുത്. നസ്രത്തിൽ ദൈവത്തോട് യെസ് എന്ന് പറഞ്ഞവൾ അറിഞ്ഞിരുന്നില്ല ഇനിയും എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഈ പദ്ധതി നന്മയായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കണേ. ദൈവം നിന്നെ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ മനസ്സിൽ നീയുണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മൾ വായിക്കുന്നില്ലേ, നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് തിരിച്ചറിയണം. യാത്രമെല്ലെ തുടങ്ങുന്നേ ഉള്ളൂ. ഈ യാത്രയിൽ പരസ്പരം കൈകോർത്ത് പിടിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം, മറിയത്തിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥ്യം തേടാം. മറിയത്തോടൊപ്പം നിത്യതയിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമുക്കും സഹയാത്ര ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായേ, ഈ യാത്രയിൽ പങ്കുചേരുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ മറിയത്തിൻ്റെ യോഗ്യതകൾ വഴി തിരുമുമ്പാകെ സമർപ്പിക്കുന്നു.